ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവ് 58 അധ്യായം 6-7 വാക്യങ്ങളാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലിഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ? ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള നോമ്പ് ഏതാണ്, ദൈവത്തിന് പ്രസാദമില്ലാത്ത നോമ്പ് ഏതാണ് എന്ന്. സ്വന്തം കാര്യസാധനത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതിന് വേണ്ടിയോ ഉള്ള നോമ്പിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെയോ 6-7 വാക്യങ്ങൾ കാണുന്നത് പോലെ ഇതാണ് ദൈവത്തിന് പ്രസാദമുള്ള നോമ്പ്. ഇപ്രകാരം ദൈവത്തിന് പ്രസാദമുള്ള നോമ്പ് ആചരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്നാമതായി നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറണം. പലപ്പോഴും നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരണം. രണ്ടാമതായി നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരണയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പിതാവായ അബ്രഹാം. ദൈവം പറഞ്ഞതെല്ലാം അതേപടി അനുസരിക്കുന്നു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എവിടെ എന്തിനെ എന്നൊന്നും ചോദിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്നു. വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അതും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. ഇതേപോലെ നാമും ദൈവത്തെ അനുസരിക്കുന്നവരായി തീരണം. മൂന്നാമതായി നാം വിശ്വാസമുള്ളവരായിരിക്കണം. ഉദാഹരണമായി നോഹയെ നാം നോക്കുക. എബ്രായർ 11:7 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നാലാമതായി നാം പ്രത്യാശയുള്ളവരായിരിക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണം പ്രതിഫലം തരുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ള പ്രത്യാശ. കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷയുടെ സമയത്ത് വിശപ്പുള്ളവർക്ക് അപ്പം നുറുക്കി കൊടുത്തതുപോലെ നാമും ഉപവാസത്തിലൂടെ ലാഭിക്കുന്ന ആഹാരം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുകയും സാധുക്കളെ സംരക്ഷിക്കാനും മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ നോമ്പ് അർത്ഥവത്താവുകയുള്ളൂ. നോമ്പ് ഉപവാസം അതൊരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. 6-7 വാക്യങ്ങളിൽ നോമ്പിൻ്റെ സാരാംശത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആന്തരിക വിശുദ്ധിയോടൊപ്പം ഭൗതിക ഘടനയിലും മാറ്റമുണ്ടാകണം. വ്യക്തിജീവിതത്തെ ശുദ്ധീകരിക്കാൻ നീതിയിൽ ഊന്നിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ നോമ്പും പുതിയ ജീവിതത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.